അപ്പൊ ആൻസി, നമ്മൾ ഈ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള ഒരു സാധനമാണ് ഇതാ ഡാഷ് ക്യാമറ. ഡാഷ് അല്ല, ഡാഷ് ക്യാമറ. അപ്പൊ നമ്മൾ വാങ്ങിയിരിക്കുന്ന ഡാഷ് ക്യാമറ ഏത് മോഡലാണെന്ന് ഞാൻ കാണിച്ചു തരാമേ. അതായത് ഇതാണ് നമ്മൾ മേടിച്ചേക്കുന്ന ക്യാമറ. അതായത് ഇത് കണ്ടോ, ഇതൊരു ലെൻസ് അല്ല ക്യാമറ. അതേപോലെ ഇതാ ഇതൊരു ക്യാമറ. പിന്നെ നമുക്ക് ബേക്ക് ഷൂട്ട് ചെയ്യാൻ ഇതാ അതിനൊരു ക്യാമറ ഉണ്ട്. ഇത് വേണേൽ നമുക്ക് ഇവിടെ എവിടെയെങ്കിലും പിടിപ്പിക്കാം. ഗ്ലാസ്സിലാണ് ഇത് പിടിപ്പിക്കുന്നത് വരിക. അതേപോലെ ഈ സാധനം നമുക്ക് ബേക്കിൽ പിടിപ്പിച്ചാൽ റിവേഴ്സ് ക്യാമറയിൽ നമ്മൾ പിടിപ്പിക്കുന്നില്ല. റിവേഴ്സ് ക്യാമറ ആയിട്ട് ഫുൾ ടൈം മൂന്നും കൂടി റെക്കോർഡിംഗ് ഉള്ള രീതിയിൽ നമ്മൾ വെക്കുന്നത്. നമുക്കിപ്പോൾ നമ്മുടെ വണ്ടീൻ്റെ ഉള്ളിലെ കാഴ്ചകൾ പിടിപ്പിക്കണ്ടല്ലോ, പുറത്തേക്ക് തന്നെ രണ്ടും തിരിച്ചു പോകാം. ക്യാമറ എപ്പോഴും ഉള്ളത് നല്ലതാ. നമ്മളിങ്ങനെ ലോങ് പോകുമ്പോൾ നമുക്ക് നല്ലതാണ്, ഏറ്റവും നല്ലത്. അത് കണ്ടില്ലേ? അപ്പം നമ്മളിത് ക്യാമറ പിടിപ്പിച്ചു കേട്ടോ. ഇത് നോക്കിയേ, ഇതിലെങ്ങനെയാന്ന് വെച്ചാൽ ഈ അരോമാർക്ക് ഉണ്ട്. അരോമാർക്ക് മാറ്റിയാൽ 3 ലെങ്സ് അല്ലേ വരുന്നത്. അതുകൊണ്ട് ഇത് കണ്ടോ, ഇതിപ്പോൾ ഫ്രണ്ടിൽ ഒരെണ്ണം, അത് ഇത് ബേക്ക്, ഇത് മറ്റേ ഫ്രണ്ട്. അങ്ങനെ ഇത് 3 കൂടി ഇതും വരും. ഇത് രണ്ടും കണ്ടോ, ഇത് ഇവിടെ നിന്ന് ഇങ്ങനെ തിരിച്ചാൽ നമുക്ക് അപ്പുറത്തേക്കുള്ള നമ്മളെ തന്നെ കാണാം. ഓക്കെ, ആ ഇച്ചിരി സൂമിങ് ഉണ്ട് അല്ലേ? ആ, അപ്പോൾ നമുക്കിതൊരു വേണ്ട സാധനം ആയതുകൊണ്ട് നമ്മൾ മേടിച്ചതാണ്. പിന്നെ വേറൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് നമ്മൾ ഇതേപോലെ റിവേഴ്സ് ഗിയറും ഇടുവാണെങ്കിൽ കണ്ടോ, റിവേഴ്സിൻ്റെയും കറക്റ്റ് കാണിക്കും. ഇതിപ്പോൾ ആകാശത്തേക്ക് ഇരിക്കുന്നത്, അത് നമ്മൾ പുറത്തിറങ്ങി ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. അത്രയും പ്രശ്നം കൂടി ഉള്ളൂ. ബാക്കിയെല്ലാം സെറ്റപ്പ് ആക്കിട്ടോ. അപ്പോൾ നല്ല അടിപൊളി ക്യാമറയാണ്. അപ്പോൾ ഞാൻ ലിങ്ക് കൊടുക്കുന്നുണ്ട്, ആർക്കെങ്കിലുമൊക്കെ ആവശ്യമുണ്ടെങ്കിൽ വാങ്ങാം കേട്ടോ.